വീടിൻ്റെ താഴത്തെ പാടത്ത് അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ട്രാപ്പ് വെച്ചിരിക്കുന്നു. അയാൾ വന്ന് പെട്ടു. നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ ബസ് ഡ്രൈവറായിരുന്ന ഒരാളുണ്ട്. പേര് ചെന്താമര. ആ ഡ്രൈവർക്ക് ആ സ്ഥലത്തുള്ള ഒരു സ്ത്രീയുമായി പ്രണയം തോന്നി. പ്രണയം പിന്നീട് വിവാഹത്തിലേക്കെത്തി. വിവാഹം കഴിഞ്ഞ് പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നു. അവിടെ ഒരു വീട് വയ്ക്കുന്നു. ആ വീട്ടിൽ താമസമാക്കുന്നു. ഈ വിവാഹിതനായതിനു ശേഷം ഈ ചെന്താമര എന്ന് പറയുന്ന അന്ന് യുവാവായിരുന്ന ആ വ്യക്തിക്ക് ഭാര്യയെ വല്ലാത്ത സംശയം മാത്രമല്ല, ഇദ്ദേഹം വളരെ കടുത്ത അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരാളായിരുന്നു. ഈ കൂടോത്രം, അന്ധവിശ്വാസം ഇതൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറച്ച് അധികം മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു ഈ ചെന്താമര എന്ന് പറയുന്ന ആ കാലത്തെ യുവാവ്. പിന്നീട് ഇദ്ദേഹത്തിന് ഈ കൂടോത്രവും ഈ അന്ധവിശ്വാസവും ഒക്കെ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ബാധിച്ചപ്പോൾ ഭാര്യയെ സംശയം തുടങ്ങി. തന്നെ വിട്ട് ഭാര്യ പോകുമോ എന്നുള്ള വല്ലാത്ത ഭയം ഇദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭാര്യയെ സംശയം തോന്നി. ഭാര്യയെ വീടിന് പുറത്തിറക്കാതെയായി. തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോയിരുന്ന ഭാര്യ പിന്നീട് വീടിന് പുറത്തിറങ്ങാതെയായി. ഇയാൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീട് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ചെന്താമരയും ജോലിക്ക് പോകാതെയായി. വീടിനുള്ളിൽ മുറി പൂട്ടി ഭാര്യയുമായി ഇയാളിരിക്കും. ഭാര്യ പുറത്തിറങ്ങിയാൽ തന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ എന്നുള്ള ഭയം. ആ ഭയത്തിന് കാരണമുണ്ട്. അതായത് ഇയാൾ നിരന്തരം കണ്ടിരുന്ന ഒരു ജ്യോത്സ്യൻ ഇയാളോട് പറയുമായിരുന്നു, വീടിന് തൊട്ടടുത്ത് നീളമുള്ള മുടിയുള്ള സ്ത്രീകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം തകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം അവരെ അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അങ്ങനെ നിരന്തരം വീട്ടിൽ വഴക്കും ബഹളവും ഒക്കെ ആയപ്പോൾ, കാരണം സംശയരോഗം ഒരിക്കലും ക്യാൻസർ പോലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സംശയരോഗം കൊണ്ട് വീർപ്പ് മുട്ടി ഭാര്യ, അതിനിടയ്ക്ക് ഇവർക്കൊരു കുഞ്ഞാകുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട്, ഒരു മകളാണ്, ഈ മകളെയും കൊണ്ട് അവർ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ ആ സ്ത്രീയെക്കുറിച്ചൊരു വിവരവുമില്ല. ഈ ചെന്താമര സംശയരോഗം മൂത്ത് ഈ സ്ത്രീയെ കൊല്ലുമെന്നുള്ള ഭയത്താലാണ് അവർ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നത്. മറ്റൊരു പേരിൽ മറ്റൊരു ജില്ലയിൽ പേരൊക്കെ മാറ്റി ഒരു ഒളിവ് ജീവിതമാണ് അവർ നയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം ചെന്താമരയുടെ മനസ്സിൽ പക കൂടി. സംശയരോഗം കൊണ്ടാണ് ഭാര്യ പോയത് എന്ന് വിശ്വസിക്കാൻ ഇയാൾക്ക് മനസ്സില്ലായിരുന്നു. ഇയാൾ വിചാരിച്ചിരുന്നത് തൊട്ടയൽവക്കത്തുള്ള സ്ത്രീകൾ താനില്ലാത്ത സമയത്ത് തൻ്റെ ഭാര്യയോട് തന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് അവർ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നുള്ള കടുത്ത വിശ്വാസവും പകയും ഇയാളെ വലിയ രീതിയിൽ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തൊട്ടടുത്ത വീട്ടിലെ സജിത എന്ന് പറയുന്ന സ്ത്രീ, അവർ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വടിവാളുമായി എത്തി അവരെ വളരെ മൃഗീയമായി 2019 ഡിസംബറിൽ അവരെ കൊലപ്പെടുത്തുന്നു. അവരെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ 4 ദിവസം ആ മലയിൽ, അതായത് പോന്തുണ്ടി മലയിൽ ഒളിവ് ജീവിതം നയിച്ചു. പോലീസ് തലങ്ങും വിലങ്ങും പരിശോധനകൾ നടത്തി. രാവും പകലുമില്ലാതെ പോലീസ് അരിച്ചു പെറുക്കി. പക്ഷേ ഇയാളെ കിട്ടിയില്ല. ഇയാൾക്കൊരു പ്രശ്നമുണ്ട്. ഒരു ദിവസത്തിൽ കൂടുതൽ വിശപ്പ് സഹിച്ചിരിക്കാൻ ഈ കൊടും ക്രിമിനലായ ചെന്താമരയ്ക്ക് കഴിയില്ല. അങ്ങനെ ഇയാൾ 5-ാം നാൾ, ഈ സജിതയെ കൊന്ന് 5-ാം നാൾ ഇയാൾ തിരിച്ച് തൻ്റെ തറവാട്ടിലേക്ക് വരുന്നു. അന്ന് ഇയാൾക്ക് സഹായം ചെയ്തത് ഇയാളുടെ സ്വന്തം സഹോദരനാണ്. അന്ന് വീട്ടിലേക്ക് വന്നു. ആഹാരം കഴിക്കാനായി വീട്ടിലേക്ക് വന്നപ്പോൾ പോലീസ് പിടികൂടുന്നു. പിന്നീട് ഏകദേശം 2023 വരെ ഇയാൾ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടന്ന് 2023 റിമാൻഡിലായിരുന്നു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയപ്പോഴൊക്കെ പോലീസിലും കോടതിയിലും ഈ നെന്മാറ എന്ന് പറയുന്ന ഭാഗത്തോ ആ പഞ്ചായത്തിലോ കയറരുത് എന്നായിരുന്നു ഇയാൾക്കുള്ള നിർദ്ദേശം. പിന്നീട് ഈ നിർദ്ദേശമൊക്കെ മറികടന്നുകൊണ്ട് ഇയാൾ ആ വീട്ടിലേക്ക് വന്നു. ഇയാളുടെ വീട്ടിലേക്ക് വന്നു, നെന്മാറ പഞ്ചായത്തിലേക്ക് വന്നു. ആ ജില്ലയിൽ പോലും കയറരുത് എന്നുള്ളതായിരുന്നു കോടതിയുടെ താക്കീത്. പക്ഷെ അതൊക്കെ മറികടന്ന് അതിനൊക്കെ കാറ്റിൽ പറത്തി പുല്ല് വില കൊടുത്തുകൊണ്ട് ഇയാൾ വീണ്ടും അവിടെ എത്തി. അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഈ സുധാകരനെയും കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ
കൊന്നുകളയും, ഞാൻ അതിനായി വടിവാൾ കരുതിയിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ ഭീഷണി മുഴക്കുമായിരുന്നു. അങ്ങനെ ഈ ഭീഷണി മുഴക്കി സഹിക്കാൻ വയ്യാതെ ഭയന്നുകൊണ്ട് സുധാകരനും മൂത്ത മകളും കൂടി ഡിസംബർ 29 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. ഇയാളെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല, ഭയമാണ്, ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് ഒരു പരാതി പോലീസിൽ നൽകുന്നത്. ഈ പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ല. പോലീസ് ചെന്താമരയെ വിളിച്ച് ഒരു താക്കീത് നൽകി വിട്ടു. ഇനി ആ പരിസരത്ത് ഉണ്ടാവരുത്, ഇനി ഇത്തരത്തിലുള്ള ഭീഷണികൾ നടത്തരുത് എന്ന് പറഞ്ഞ് ഇയാളെ താക്കീത് ചെയ്ത് വിട്ടു. ഇയാൾ അതും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇയാൾ സുധാകരനെ കൊല്ലുന്നു. അതിനുശേഷം സുധാകരനെ രക്ഷിക്കാൻ വരുന്ന അമ്മയും കൊല്ലുന്നു. 36 മണിക്കൂറത്തെ ശ്രമത്തിലൊടുവിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ പോത്തുണ്ടി മലയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്, അതായത് ഇത്തവണ സഹോദരൻ സഹായിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്ന് കുറച്ച് അരിയും സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇയാളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള പാടത്ത് നിന്ന് മഫ്തിയിലുള്ള പോലീസുകാർ ഇയാളെ പിടിക്കുന്നു. പോലീസ് അതിനു മുൻപേ കുറേ തന്ത്രങ്ങൾ മെനഞ്ഞു. പോത്തുണ്ടി മാട്ടായി ഭാഗത്ത് ഇയാളെ കണ്ടു എന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി. അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടാൻ ശ്രമിച്ചു. പോലീസ് തന്നെ കുറേ ബറ്റാലിയനെയൊക്കെ നിയോഗിച്ചുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നതായി കാണിച്ചു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിൽ. പിന്നീട് പോലീസ് തന്നെ അത് അവസാനിപ്പിച്ച് തിരിച്ച് മടങ്ങുന്ന വാർത്തകളൊക്കെ നിരന്തരം മാധ്യമങ്ങളിലൂടെ വന്നു. ഇതെല്ലാം ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പോലീസ് പിടിയിലായതിനു ശേഷം പറഞ്ഞത്. അപ്പോൾ പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇനി നാളേക്ക്, അതായത് ഇന്നത്തെ ദിവസമേ ഇനി തിരയൂ എന്ന് മനസ്സിലാക്കി ഇയാൾ ആ മാളത്തിൽ നിന്ന്, ഒരു വലിയ മരത്തിൻ്റെ അടിയിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്. ഡ്രോണുകളൊക്കെ പോലീസ് വിടുമ്പോൾ അതിൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇയാൾ പോലീസിൻ്റെ തന്ത്രം പ്രയോഗിച്ചപ്പോൾ അതിൽ ചെന്താമര പെട്ടുപോയി എന്നുള്ളതാണ്. മറ്റൊന്ന്, വിശപ്പ് ഇയാളുടെ കാലനായി മാറി എന്നുള്ളതും ഇവിടെ ഒരു വലിയ പോയിന്റാണ്. അങ്ങനെ ഇയാൾ വീട്ടിലേക്ക് വരുന്നു. മഫ്തിയിലുള്ള പോലീസുകാർ പാടത്ത് വെച്ച് പിടിക്കുമ്പോൾ ഈ കൊടും ക്രിമിനൽ സൈക്കോ പറയുന്നത്, എനിക്കിനിയും 3 പേരെ കൊല്ലണം. സുധാകരനും അവൻ്റെ അമ്മയ്ക്കും എന്നെ കാണുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് സാറേ. ആദ്യം എനിക്ക് ഭക്ഷണം വാങ്ങിത്തരൂ, അതിനുശേഷം ഞാൻ ഇനി കൊല്ലാനുള്ളവരുടെ ലിസ്റ്റും ഇനി എന്തിനാണ് ഇവർ രണ്ടുപേരെയും കൊന്നത് എന്നുള്ള കാര്യവും പറയാം എന്നാണ് പോലീസിനോട് പറയുന്നത്. ഒരു കൂസലോ ഒരു കുറ്റബോധമോ ഒരു പശ്ചാത്താപമോ ഇല്ല. അപ്പോൾ ഇയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. അതിനുശേഷം നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ പോലീസിൻ്റെ കയ്യിൽ ഇയാൾ സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ തടിച്ചുകൂടുന്നു. ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നു. പോലീസ് സ്റ്റേഷനിലെ ഗേറ്റ് പോലീസ് പൂട്ടുന്നു. അതൊക്കെ ജനങ്ങൾ തല്ലി പൊട്ടിക്കുന്നു. പിന്നീട് അകത്തേക്ക് കടക്കുന്നു. പോലീസിന് വലിയ രീതിയിലുള്ള നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ജനക്കൂട്ടം വന്നു. പിന്നെ പെപ്പർ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ലാത്തി ചാർജ് നടത്തിയിട്ട് പോലും ജനം മടങ്ങിപ്പോകാൻ തയ്യാറായില്ല. പിന്നീട് പെപ്പർ സ്പ്രേ ഉപയോഗിക്കേണ്ടി വന്നു പോലീസിന് പ്രതിയെ സംരക്ഷിക്കാനായി. എന്തായാലും അതിനുശേഷം 5 വാഹനങ്ങൾ പല ഭാഗത്തുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി. ആ 5 വാഹനത്തിൽ ഒരു വാഹനത്തിൽ ഈ പ്രതി ഉണ്ടായിരുന്നു. പ്രതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് DYSPയുടെ ഓഫീസിലേക്ക് മാറ്റി. അവിടെ വച്ച് ഇയാൾ പറയുന്ന കാര്യങ്ങൾ, ഇനി 3 പേരെ കൂടി താൻ കൊല്ലാനുണ്ട്. ആരാണ് ഈ 3 പേർ എന്ന് ചോദിച്ചാൽ, 1 അയാളുടെ ഭാര്യ, 2 അയാളുടെ മകൾ, 3 അയാളുടെ മരുമകൻ ഈ നെന്മാറയിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. മകൾ ഇപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഈ 3 പേരെയാണ് അയാളുടെ ലിസ്റ്റിൽ ഇനി ഉള്ളത്. നാട്ടുകാരൊക്കെ വിചാരിച്ചത് ഇയാൾ ഭാര്യയുടെ പിണങ്ങിപ്പോയ ചില സ്ത്രീകളെ കൊല്ലാനാണ് പദ്ധതി ഇട്ടത് എന്നുള്ളത്. പക്ഷേ സൈക്കോയായ ചെന്താമരയുടെ മനസ്സിലുണ്ടായിരുന്നത് 3 പേരാണ്. അതാണ് സത്യത്തിൽ പോലീസുകാരെ വരെ ഞെട്ടിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ചെന്താമരയുടെ തണ്ട് പോലീസ് ഏമാന്മാർ ഊരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഒരു SHOയുടെ പണിയൊക്കെ തെറിപ്പിച്ചിട്ടിരിക്കുകയാണ് ചെന്താമര. അതുകൊണ്ട് ഇനി ചെന്താമരയുടെ അവസ്ഥ എന്തായിരിക്കും? ഇയാളെ 58 വയസ്സായി, വധശിക്ഷയ്ക്ക് കോടതി വിധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷേ ഈ ക്രിമിനലിനെ, ഈ സൈക്കോ ക്രിമിനലിനെ ഇനി പുറത്തു വിട്ടാൽ 3 ജീവൻ കൂടി അപകടത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.